ശശി തരൂരിന്റെ ദ ഹിന്ദു പത്രത്തിലെ ലേഖനം ഷെയർ ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചും ലോകരാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര സന്ദർശനത്തെക്കുറിച്ചുമുള്ള ലേഖനമാണ് ഷെയർ ചെയ്തത്. പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും തുടർന്നുള്ള ദൗത്യത്തെയും പ്രകീർത്തിക്കുന്നതാണ് ലേഖനം. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, PMO ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ശശി തരൂർ ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. മറ്റ് വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഗുഡ് ഈവനിങ് ദേവിക. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഡൽഹിയിൽ നിന്നും, രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നയതന്ത്ര സംഘത്തിലെ പ്രധാനിയായ ശശി തരൂർ ഇന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് മോദി ഭാരതത്തിൻ്റെ സ്വത്താണെന്നും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ സന്ദേശമായിരുന്നു നൽകിയത് എന്നുള്ള കാര്യവും അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ഒപ്പം തന്നെ ഒരു നയതന്ത്ര സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനെടുത്ത തീരുമാനം, അതിൻ്റെ പ്രവർത്തനം, അതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി തന്നെ ശശി തരൂർ എഴുതുകയും ചെയ്തിരുന്നു. ഈ ലേഖനമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിപക്ഷ MP-യുടെ ഒരു ലേഖനം ഷെയർ ചെയ്യുന്നു. അത് ശശി തരൂരിനെ പോലെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ ലേഖനം ഷെയർ ചെയ്യുന്നു. തരൂർ പാർട്ടിക്ക് വിധേയനാകാതെ, പാർട്ടിയിൽ നിന്നും നിരവധി തവണ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും പാർട്ടിക്ക് വിധേയനാകാതെ ഇത്തരം കാര്യങ്ങൾ തുടരുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഒരു ലേഖനത്തിനുമുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് ഷെയർ ചെയ്തതിനുമുണ്ട്. നേരത്തെ കോൺഗ്രസ് അദ്ദേഹത്തെ അവഗണിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ച് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കരുത് എന്നൊരു നിർദ്ദേശമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ കിട്ടിയിരുന്നതും. പക്ഷേ അവരിൽ ചില ആളുകൾ പരോക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും, KC വേണുഗോപാലിനെ പോലെയുള്ളവർ പരോക്ഷ വിമർശനം നടത്തുകയും ഉദിത് രാജിനെയും ജയറാം രമേശിനെയും പോലെയുള്ളവർ രൂക്ഷമായ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. തിരുത്താൻ തരൂർ തയ്യാറല്ല. തരൂർ BJP-യിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ, വാദങ്ങളൊക്കെ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ലേഖനം പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് പറയാം. ശരി.